ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നൊരു ലേഡി എന്നോട് പറഞ്ഞു, ആൻറ്റി ഈ ഒരു ഇയർ റിങ്സ് ഒരു ഡയമണ്ടിൻ്റെ ചെറിയൊരു ഇയർ റിങ്സ് ആണ്, ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിയ ഗിഫ്റ്റാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അവളെ അപ്രിഷ്യേറ്റ് ചെയ്തു. അതിനൊരു കാരണമുണ്ട്. ഇവളുടെ ഒരു വലിയ സങ്കടമായിരുന്നു അവളുടെ ഹസ്ബൻഡ് അവളുടെ ബർത്ത്ഡേ ഓർക്കാറില്ല, വിഷ് ചെയ്യാറില്ല എന്നുള്ളത്. അവൾ ജനിച്ചു വളർന്ന വീട്ടിൽ അതൊരു വലിയ ഫംഗ്ഷനാണ് താനും. പക്ഷെ അവളുടെ ഹസ്ബൻഡിൻ്റെ വളർന്ന ഫാമിലിയിൽ അവരങ്ങനെ ബർത്ത്ഡേസ് ഒന്നും ഓർക്കുകയോ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പതിവില്ല. അദ്ദേഹം അതുകൊണ്ട് അത് ഓർക്കാറുമില്ല. അപ്പം അവളോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, യു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ. കാരണം അദ്ദേഹത്തിന് അത് ഒക്കത്തില്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല. ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടാണ്ട് വരുമ്പോൾ വിഷമമുണ്ട്. വൈ ഡോണ്ട് യു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ? അപ്പോൾ അവളങ്ങനെ അവളുടെ ബർത്ത്ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നിനക്ക് ഇന്ന് ഈ ഭൂമിയിൽ ജന്മം കിട്ടി, അത് യു സെലിബ്രേറ്റ്. അത് ആ ഒരു ആശയം കിട്ടിയപ്പോഴേക്കും അവളുടെ ആ വർഷത്തെ ബർത്ത്ഡേ അവളെ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അവൾ സെലിബ്രേറ്റ് ചെയ്ത് അവൾക്ക് വാങ്ങിയ ഗിഫ്റ്റാണ് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും എന്നെ കാണിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവരിൽ നിന്നും കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഹാപ്പി ആകുള്ളൂ എന്നുള്ള ആ ഒരു മാനസിക നിലപാട് അല്ലെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെതായ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ഒരു പക്ഷേ അവർക്ക് അവരുടെ പെരുമാറ്റങ്ങൾ അവർക്ക് അങ്ങനെ ആവാൻ ഒക്കില്ലായിരിക്കാം. അതുകൊണ്ട് എൻ്റെ ഹാപ്പിനെസ് എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ചോയ്സാണ്.